ചില ക്ലാസിക് സിനിമകൾ നാം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ക്ലാസിക്കാണ് 1998 റാഫി മെക്കാർട്ട്നി സംവിധാനം ചെയ്ത പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ് സിനിമയിലെ വളരെ ഇമോഷണലായ ഒരു രംഗമായിരുന്നു ഇത്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. ജനലിൽ കൂടി ഒരു ക്രൂ മെമ്പർ എത്തി നോക്കുന്നത് ഫ്രെയിമിൽ വ്യക്തമായി കാണാവുന്നതാണ്. ആ സിനിമയിലെ ഒരു രംഗമാണിത്. കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കുള്ളത്. മോഹിനിയുടെ കഥാപാത്രം ധരിച്ചിരിക്കുന്ന ഷോളിന്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് നിറവും ഒരുമിച്ചുള്ള തരത്തിലുള്ള ഷോളാണിത്. അതുകൊണ്ട് തന്നെ അത് മാറ്റി മാറ്റി ഇട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രം. പഞ്ചാബി ഹൗസിൽ ഹരിശ്രീ അശോകന്റെ പെർഫോമൻസ് കണ്ടാണ് ദിലീപ് ചിരിക്കുന്നത്. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ, അങ്ങനെ അവന്റെ മെയിൻ. അയ്യോ പാവം. 2002 ഷാഫി ചിത്രമാണ് കല്യാണരാമൻ. You are the link of the link. The two family attached to the bathroom. Your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. പോടാ. ചിത്രത്തിൽ സലിം കുമാറിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ട് ദിലീപ് ചിരിച്ചു പോകുന്നത് വ്യക്തമായി കാണാം. കല്യാണരാമനിൽ സലീം കുമാറിന്റെ പെർഫോമൻസ് കണ്ട് ദിലീപ് ചിരിച്ചു പോകുന്നത് നാം കാണിച്ചതാണ്. അതേ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗം കാണാം. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ചിരിച്ചുകൊണ്ട് ഫ്രെയിമിൽ നിന്നും മാറി നിൽക്കുന്നത് കാണാം. കല്യാണരാമനിൽ ക്ലൈമാക്സ് രംഗത്തും കാണാം. ചിത്രത്തിൽ നവ്യയുടെ സാരിയുടെ നിറം മാറുകയാണ്. 2002 ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം കല്യാണരാമൻ റിലീസ് ചെയ്യുന്നത്. എന്റെ ഗൗരിക്കുട്ടിയെ എനിക്ക് തിരിച്ചു. സിനിമ ആരംഭിക്കുന്നത് തന്നെ വൃദ്ധനായ ദിലീപ് കഥ പറയുന്നിടത്താണ്. ആ സമയം ദിലീപിന് 60-70 വയസ്സുണ്ടായേക്കാം. പക്ഷെ കഥയിൽ കാണിക്കുന്ന ദിലീപിന് 20-30 വയസ്സിനിടയിൽ മാത്രമാണ് പ്രായം. എങ്ങനെ പോയാലും അയാൾ പറയുന്ന കഥ 30 വർഷം മുമ്പത്തേതായിരിക്കും. പക്ഷേ സിനിമയിൽ കാണിച്ചിരിക്കുന്ന രംഗങ്ങളിലെ എല്ലാം തന്നെ 2002 കാലഘട്ടത്തിൽ തന്നെയാണ്. സിനിമയിൽ കാണിച്ചിരിക്കുന്ന വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, വസ്ത്രരീതി എല്ലാം തന്നെ 2002 തന്നെയാണ്. ചിത്രത്തിൽ 1999 ഓപ്പൺ ചെയ്ത നെടുമ്പാശ്ശേരി എയർപോർട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിടത്ത് സലീം കുമാർ ഒരു ഡയലോഗ് പറയുന്നു. പെട്രോൾ ഇങ്ങനെ കത്തിച്ചളയുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പെട്രോളിന് ഇപ്പൊ എന്താ വില? 30-50, ഡീസലിനോ 21-60. 2002-2003 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ പെട്രോൾ വില 30 രൂപയ്ക്ക് അടുത്തെത്തുന്നത്. അതായത് അപ്പോൾ കഥ കാണിക്കുന്നത് ഏതായാലും 2002 കാലഘട്ടം തന്നെയാണ്. വൃദ്ധനായ ദിലീപ് കഥ പറയുമ്പോൾ ഒരു 30 വർഷമെങ്കിലും പിന്നോട്ട് പോകേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമെത്താൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം 2002 കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. വൃദ്ധനായ ദിലീപിനെ കാണിക്കുന്നത് 2030-40 കാലഘട്ടങ്ങളിലായിരിക്കാമെന്ന് ചിലർ വാദിച്ചേക്കാം. പക്ഷേ സിനിമ ആരംഭിക്കുമ്പോൾ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇവിടെ വിളക്കെടുക്കാൻ വരുന്നത് യുവതി യുവാക്കൾ മാത്രമാണ്. പക്ഷേ ഇന്ന് സാധാരണഗതിയിൽ ഒരു സിനിമ പ്രസന്റ് ഡേ എന്ന് പറയുമ്പോൾ സിനിമ റിലീസായ വർഷം തന്നെയാണ് എന്നാണ് അർത്ഥമാക്കേണ്ടത്. 2005 ദിലീപിന്റെ കോമഡി ചലച്ചിത്രമായിരുന്നു പാണ്ടിപ്പട. ക്ലൈമാക്സിൽ ദിലീപും പ്രകാശ് രാജും തമ്മിലുള്ള സിലമ്പാട്ടം കാണാം. ഫൈറ്റിനിടയിൽ ചെളി പറ്റുന്ന ദിലീപിന്റെ വെള്ള ഷർട്ട് കാണാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിലെ ചെളിയെല്ലാം പോയി വീണ്ടും വെട്ടിത്തിളങ്ങുന്നതായി കാണാം. 2005 ദിലീപ് ചിത്രം പാണ്ടിപ്പടയിൽ ഇങ്ങനെയൊരു രംഗം കാണാം. പെട്ടെന്ന് തന്നെ ദിലീപ് ചിരിച്ചു പോകുന്നുണ്ടെങ്കിലും അടുത്ത ഷോട്ടിൽ അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നുണ്ട്. ദിലീപ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച പ്രിയദർശൻ ചിത്രമായ വെട്ടത്തിലെ ഈ രംഗത്തിലെ മിസ്റ്റേക്കിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. നടിയുടെ സേഫ്റ്റിക്കായി കെട്ടിവെച്ച കയർ ഫ്രെയിമിൽ വ്യക്തമായി കാണാം. ഹരിഹരൻ ആയിരുന്നു ഇക്കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. വെട്ടം സിനിമയിൽ ദിലീപ് ഒരു ട്രെയിനിൽ കയറി രക്ഷപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. ട്രെയിൻ യാത്രക്കിടെ ഇത്തരത്തിലൊരു രംഗവും കാണിക്കുന്നുണ്ട്.
ആ കയറിയ ട്രെയിനിലല്ല ദിലീപ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ ആകെ മാറിയിരിക്കുന്നു. ട്രെയിനിന് പിറകിലുള്ള ഈ ഒരു എക്സ് മാർക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാം. ആ സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു രംഗം കാണാം. ഈ തല്ലിപ്പൊളി ടൈം പീസ് തോന്നുമ്പോഴേ അലാറടിക്കും. ഈ ശവം ഞാൻ ഇന്നോടടുത്ത് എറിയും. ഗുരുവായൂരപ്പ, ഈ തല്ലിപ്പൊളി ടൈം പീസ് തോന്നുമ്പോഴേ അലാറടിക്കും. ബാറ്ററി ഇല്ലാത്ത ടൈം പീസിൽ പിന്നെ എങ്ങനെ അലാറം അടിക്കാനാണ്? ഇക്കാര്യം കമന്റ് ചെയ്തത് DJ Anu SKS. 2001 തുളസീദാസ് സംവിധാനം ചെയ്ത ദിലീപ് കുഞ്ചാക്കോ ബോബൻ ചിത്രമായ ദോസ്തിലെ ഒരു രംഗമാണിത്. ഓടിച്ചു വരുന്നത് ഒരു ബൈക്കും പറന്നു വരുന്നത് മറ്റൊരു ബൈക്കിലുമാണ്. അതിനിടയിൽ പോയി എന്തിനായിരിക്കും ബൈക്ക് ഒന്ന് മോഡിഫൈ ചെയ്തത്? 2015 ദിലീപ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഈ ഒരു ഷോട്ടിൽ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ പ്രണവ് മോഹൻലാലിനെ കാണാം. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റിയിട്ടും ചിത്രത്തിൽ അത് കട്ട് ചെയ്യാതെ തന്നെ കാണിച്ചിട്ടുണ്ട്. 2005 ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് ചാന്ദ് പൊട്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗം നമുക്കൊന്ന് കാണാം. മറ്റൊരു ആംഗിളിൽ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനെ നമുക്കവിടെ കാണാം. 2013 പുറത്തിറങ്ങിയ പ്രൊപ്പറേറ്റേഴ്സ് കമ്മത്താൻ കമ്മത്ത് എന്ന സിനിമയിലെ ഒരു രംഗമാണിത്. ഞാൻ സുരേഷ്, ഇൻകം ടാക്സ് ഓഫീസർ സുരേഷ്. ഈ ഒരു രംഗത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. ഇൻകം ടാക്സ് ഓഫീസറുടെ ID കാർഡ് എന്ന രീതിയിൽ കാണിക്കുന്നത് പാൻ കാർഡാണ്. പാൻ കാർഡ് ഉള്ളവരെല്ലാം ഇൻകം ടാക്സ് ഓഫീസറാണോ? ഇക്കാര്യം ആദ്യമായി പറഞ്ഞത് അക്ഷരയായിരുന്നു. 2017 മറ്റൊരു ദിലീപ് ചിത്രമായ ജോർജേട്ടൻസ് പൂരത്തിലും ക്ലൈമാക്സിൽ ഇങ്ങനെയൊരു രംഗം കാണാം. ഒരു മാസിന് വേണ്ടി താൻ ധരിച്ചിരിക്കുന്ന സ്ലീവുകൾ ദിലീപ് ഊരിയെറിയുന്നതായി കാണാം. പക്ഷേ അവസാനം പെട്ടെന്ന് ആ സ്ലീവുകൾ തിരിച്ചു വരുന്നതായിട്ടും പെട്ടെന്ന് വീണ്ടും അപ്രത്യക്ഷമാവുന്നതും കാണാം. ചെങ്കോൽ, ചിന്താമണി കൊലക്കേസ് എന്നീ സിനിമകളിൽ നാം പറഞ്ഞൊരു കാര്യമാണ് സിനിമയ്ക്കിടെ രാത്രിയും പകലും മാറി മാറി വരുന്നത്. അങ്ങനെ ഒരു രംഗം കാണാം. ഈ വീട്ടിലെ അച്ഛനും അമ്മയും PAയും എല്ലാം ഞാനാ. പുറപ്പെടുമ്പോൾ രാവിലെയാണ്, വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അത് രാത്രിയാണ്, വീടിന്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ വീണ്ടും രാവിലെയാണ്. 2002 റിലീസ് ചെയ്ത ദിലീപ് ലാൽ ജോസ് ചിത്രം മീശ മാധവനിൽ ഇങ്ങനെയൊരു ഡയലോഗ് കാണാം. മാധവൻ കള്ളനാ, ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷെ മാധവൻ കട്ടൊന്നും ഈ ചേക്കൂട്ട് പുറത്തു പോയിട്ടില്ല. കാലം കാത്തുവച്ച വിധിയാണ്. എവിടെ മോഷണം നടത്തിയാലും എങ്ങോട്ട് കൊണ്ടുപോയാലും മോഷണം മോഷണമല്ലാതാകില്ലല്ലോ. എവിടെ നിന്ന് കട്ടാലും എവിടെ കൊണ്ടുപോയാലും കള്ളൻ എന്നത് കള്ളൻ തന്നെയല്ലേ? പിന്നെ എന്താണ് ഈ ഡയലോഗിന്റെ പ്രസക്തി? 2005 ജോണി ആന്റണി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് കൊച്ചി രാജാവ്. ചിത്രത്തിലെ റിയാസ് ഖാന്റെ ഒരു രംഗമാണിത്. വില്ലൻ തല കൊണ്ടെടുക്കാൻ നോക്കുമ്പോൾ അതൊരു സാധാരണ ജനലാണ്. അകത്ത് ജനൽ കമ്പിയും പുറത്ത് ചില്ലുകൊണ്ടുള്ള ഡോറും. എന്നാൽ വില്ലൻ തലയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ജനൽ തിരിഞ്ഞു കൊടുക്കുകയാണ്. പുറത്തുനിന്നും മാറി ചില്ലുകൾ അകത്തേക്ക് വന്നിരിക്കുന്നു.
1995 ദിലീപ്, ദേവയാനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹരിദാസ് സംവിധാനം ചെയ്ത കോമഡി ചലച്ചിത്രമാണ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ആ സിനിമയിൽ വിജനമായ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന ദിലീപിന്റെ ഒരു രംഗമുണ്ട്. ഇവിടെ വാടാ, ഒക്കെ ഞാൻ ഒളിച്ചിരുന്ന് നോക്കുകയായിരുന്നു. ആ രംഗത്ത് ഒരുപാട് പേർ അവിടെ നോക്കി നിൽക്കുന്നു എന്ന് വ്യക്തമാണ്. കാരണം അവിടെ നിൽക്കുന്നവരുടെ നിഴലുകൾ ആ ട്രെയിനിൽ വ്യക്തമായി കാണും. 2000 ശശി ശങ്കർ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമായ മിസ്റ്റർ ബട്ട്ലറിലെ ഈ രംഗത്തെ കുറിച്ചായിരുന്നു. ഈ ലൈറ്റ് പോയല്ലോ, ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി, സലാഡ്. ഹാവ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. ഈ രംഗത്തിലെ അബദ്ധം ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ വായ അനക്കാതെ സംസാരിക്കുന്നു എന്നതാണ്. ഇനി എന്താ ചെയ്യാ? ഈ കാണിച്ചിരിക്കുന്ന ഡയലോഗുകൾക്കൊന്നും തന്നെ ലിപ് മൂവ്മെന്റ് ഇല്ല. താങ്ക് യു. വെൽക്കം. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയാതിരുന്ന ഡയലോഗുകൾ ഡബ്ബിംഗ് സമയത്ത് ചേർത്തത് മാത്രമാണ്. റെഡ് മേക്കർ മീഡിയ, ശ്രീരഞ്ജിനി എന്നിവരായിരുന്നു ഉത്തരം ആദ്യം കമന്റ് ചെയ്തത്. 2003 റാഫി മക്കാട്ടിൻ എഴുതി ജയരാജ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് തിളക്കം. ആ സിനിമയിൽ ജഗതി ശ്രീകുമാർ കിണറ്റിൽ വീഴുന്ന രംഗമുണ്ട്. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமான. ഈ സീനിൽ ജഗതിയുടെ തലയിൽ വീണ കലം കഴുത്തിൽ കുടുങ്ങാവുന്ന രീതിയിൽ മുകൾ ഭാഗം മാത്രമാണ് പൊട്ടിയത്. എന്നാൽ വീഴുന്ന സമയത്ത് ആ കലം രണ്ടായി പിളർന്നു പോകുന്നത് കാണാം. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. 2010 സിദ്ദിഖ് സംവിധാനം ചെയ്ത് നയൻതാര, ദിലീപ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ബോഡിഗാർഡ്. ആ സിനിമയിലെ ഒരു ഗാനരംഗമാണിത്. ദിലീപിന്റെ 2 കൈയുടെയും 4 വിരലുകൾ മാത്രമാണ് ഡോറിൽ കുടുങ്ങുന്നത്. എന്നാൽ അടുത്ത സീനിൽ മുഴുവൻ വിരലുകൾക്കും ബാൻഡേജ് ഇട്ടതായി കാണാം. ചിലപ്പോൾ മുറിവില്ലാത്തിടത്തും കെട്ടുകൾ നൽകുന്ന ഹോസ്പിറ്റൽ മാഫിയെ കുറിച്ചായിരിക്കാം ആ സിനിമയിലൂടെ ഉദ്ദേശിച്ചത്. അഹൂജ തന്നെയായിരുന്നു അപ്പോഴും എന്റെ പ്രധാന ശത്രു. എത്ര വലിയ ഡോണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മൊബൈൽ ഫോൺ നേരെ പിടിക്കാൻ അറിയില്ല. മൊബൈൽ ഫോൺ തലതിരിച്ച് പിടിച്ച് കോൾ ചെയ്യുന്നത് 2013 ദിലീപ് ചിത്രമായ ശൃംഗാരവേലൻ എന്ന സിനിമയിലാണ്. 2000 ദിലീപ് നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ലോഹിതദാസ് ചിത്രമാണ് ജോക്കർ. ചിത്രത്തിൽ ഉണ്ടപ്പക്രവും ദിലീപും ചേർന്ന് അവതരിപ്പിച്ച ഒരു കോമഡി രംഗമാണിത്. ഞാൻ പറഞ്ഞ വിടണ്ടാന്ന്. ആ ഒരു വീഴ്ച യഥാർത്ഥത്തിലുള്ള വീഴ്ചയായിരുന്നു. വീഴുന്ന പക്രുവിനെ ദിലീപ് പിടിച്ചു നിൽക്കുമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ ഭാരം താങ്ങാനാവാതെ ദിലീപും വീണു പോവുകയായിരുന്നു. ആ ഷോട്ട് തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചതും. വളരെ രസകരമായി തന്നെ ദിലീപ് ആ രംഗം ചെയ്തു തീർക്കുകയും ചെയ്തു. 2007 SL പുരം ജയസൂര്യ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് സ്പീഡ് ട്രാക്ക്. ഈ ഒരു സ്പോർട്സ് ചിത്രത്തിൽ ഗെയിംസ് നടക്കുന്ന ഒരു രംഗമാണിത്. ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രചോദ് കലാഭവൻ തന്നെയാണ്. അതേസമയം ദിലീപിനോടൊപ്പം ഗാലറിയിലിരുന്ന് കൈയടിക്കുന്നതും പ്രചോദ് തന്നെയാണ്. ചിലപ്പോൾ പ്രചോദ് ഡബിൾ റോൾ ആയിരിക്കാം ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. റിയാക്ഷൻ ഷോട്ടുകളെല്ലാം തന്നെ ഒരുമിച്ചെടുക്കുകയും പിന്നീട് പലയിടങ്ങളിലായി അത് കാണിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ രംഗത്ത് എഡിറ്റർ പ്രചോദിന്റെ കാര്യം ശ്രദ്ധിച്ചില്ല. ഇതുപോലെയുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.